വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പശ്ചിമബംഗാളിൽ വീണ്ടും സംഘർഷമുണ്ടായി എന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുർഷിദാബാദിന് പിന്നാലെ ഭാങ്കറിൽ പ്രതിഷേധക്കാർ കടകൾക്കും വാഹനങ്ങൾക്കും ഇന്നലെ തീയിട്ടു. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ജനങ്ങൾ സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ നിന്ന് വിനിത വിജി തത്സമയം ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, അവിടെ സംഘർഷം അയയുന്നില്ല, ഇപ്പോഴും കലുഷിതമാണോ അന്തരീക്ഷം? വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും മുർഷിദാബാദിലാണ് ആദ്യം സംഘർഷം ഉണ്ടാകുന്നത്. അവിടെ ഏതാണ്ട് 200-ലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണമാക്കി വരികയായിരുന്നു. ഇന്റർനെറ്റിനടക്കം മുർഷിദാബാദിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ സമയപരിധി ഇന്ന് അവസാനിച്ചേക്കും. പക്ഷെ അതേസമയം വീണ്ടും ഈ ഇന്റർനെറ്റ് നിരോധനം നീട്ടിക്കൊണ്ടു പോകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇങ്ങനെ ഈ മുർഷിദാബാദിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി വരുന്നതിനിടെയാണ് ഭാങ്കറിൽ കൂടി സംഘർഷം ഉണ്ടായിരിക്കുന്നത്. വഖഫ് നിയമത്തിനെതിരെയാണ് സംഘർഷം നടന്നിരിക്കുന്നത്. ഈ സംഘർഷവുമായി എത്തിയ ആളുകൾ അവിടുത്തെ കടകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തി. രണ്ടുപേരെ ഭാങ്കറിൽ നിന്ന് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ആളുകൾ സംയമനം പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളിലേക്കും കടക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ പശ്ചിമ ബംഗാളിലെ ഭാങ്കറിലും മുർഷിദാബാദിലും സമാനമായിട്ടുള്ള സംഘർഷങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വഖഫിനെതിരെ മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം കൂടി അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട്. പോലീസും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളുമൊക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. സമാനമായിട്ടുള്ള സംഘർഷങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലും ഭാങ്കറിലും സ്ഥിതിഗതികൾ വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടി ആലോചിച്ചിരിക്കുകയാണ്. ഭാങ്കറിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും മറ്റും ആ മേഖലയിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ് കെ.